അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായി അത് തടയാൻ സർക്കാരിൻ്റെ ശ്രമം വന്നു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം കോട്ടയത്തെ തിരുവഞ്ചൂർ അന്ധവിശ്വാസികളും അനാചാരവും പ്രകാരം ചിന്തിക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടിക്ക് അവിടെ ബാധ കയറി, ആത്മാവ് ശരീരത്തിൽ കയറി എന്ന് പറഞ്ഞ് അവിടെ ചില പൂജകളും ചില ചടങ്ങുകളൊക്കെ നടത്തി. അത് വളരെ ഫണ്ണിയായിട്ട് നമുക്ക് തോന്നിയിരുന്നു. കാരണം ആ കുട്ടിയെ ബീഡി വലിപ്പിച്ചു, അതിനുശേഷം അതിനെ മർദ്ദിച്ചു, മദ്യം നൽകി, പിന്നെ ഭസ്മം കഴിപ്പിച്ചു, പിന്നെ കവടി നിരത്തി അവർ ചില ക്രിയകൾ നടത്തി. കവടി നിരത്തി എന്ന് പറഞ്ഞാൽ കവടി കിട്ടാത്തതുകൊണ്ട് ബാത്റൂമിൽ ഇടുന്ന ടൈൽസിൻ്റെ അത് പൊട്ടിച്ചെടുത്ത് അത് ചില ചീളുകൾ കൊണ്ടാണ് കവടി നിരത്തിയെന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്. വലിയ രസമായിട്ട് തോന്നുന്നുണ്ട് അത്. ഏതായാലും മന്ത്രങ്ങളും പൂജകളും ഒക്കെ അവിടെ നടന്നു. പെൺകുട്ടിക്ക് ബോധം നഷ്ടമായി. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിനെ സംബന്ധിച്ച് മണർകാട് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. നമുക്ക് കേരളത്തിൽ ധാരാളം കൊലപാതകങ്ങൾ ഈ മന്ത്രവാദം അതുപോലെ ആഭിചാരക്രിയയുടെ പേരിൽ നടന്നു കഴിഞ്ഞു. നമുക്കറിയാം, എലന്തൂരിലെ 2 മനുഷ്യജീവികളെ അവിടെ ചുട്ടുകരിച്ചത് അത് മന്ത്രവാദത്തിൽ കൂടെ നമ്മൾ കണ്ടു. അതുകൊണ്ട് ഇതിനെതിരായ അതിശക്തമായ നടപടി സർക്കാർ സ്വീകരിക്കാൻ വേണ്ടി നേരത്തെ ജസ്റ്റിസ് കെ ടി തോമസ് അദ്ദേഹം ഒരു കമ്മിറ്റി, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഒരു ബില്ല് ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിരുന്നു. അതിനുശേഷം 2021 കെ ഡി പ്രസേനൻ MLA അന്ധവിശ്വാസ അനാചാരങ്ങൾക്കും എതിരായ ഒരു നിയമസഭയിൽ ഒരു ബില്ല് അവതരിപ്പിച്ചു. 7 വർഷം ശിക്ഷയും 50,000 രൂപ പിഴയും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അതും നടപ്പായില്ല, അതങ്ങനെ കിടന്നു. ഇപ്പം പുതിയ വാർത്ത വരുന്നത് ഗവൺമെൻറ് ഒരു കരട് ബില്ല് അടിയന്തരമായിട്ട് തയ്യാറാക്കാൻ വേണ്ടി ഒരു സമിതിയെ നിയോഗിച്ചു. മുൻ നിയമകാര്യ സെക്രട്ടറിയും ജില്ലാ ജഡ്ജിയുമായ ശ്രീ ശശിധരൻ നായരും മുൻ DGP ജേക്കബ് പുന്നൂസും വഖഫ് ബോർഡ് മെമ്പർ MK സക്കീറും ചേർന്ന് ആ ഒരു ഡ്രാഫ്റ്റ് ബില്ല് തയ്യാറാക്കാനായിട്ട് സർക്കാർ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. നല്ല നീക്കമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അന്ധവിശ്വാസവും അനാചാരങ്ങളും ധാരാളം കേരളത്തിൽ രഹസ്യമായി നടക്കുന്നുണ്ട്. കാരണം നല്ല വിദ്യാഭ്യാസമുള്ളവരാണ് നമ്മൾ. 99% ആൾക്കാരും വിദ്യാഭ്യാസം സിദ്ധിച്ചവരാണ് എന്ന് കണക്കുകളും വാർത്തകളും ഒക്കെ ഉണ്ട് നമ്മുടെ മുമ്പിൽ. ഒരു പ്രയോജനമില്ല. കാരണം ഇതുപോലെ വിദ്യാഭ്യാസം ഉള്ളവർക്കാർക്കും ശാസ്ത്രബോധമില്ല എന്നാണ് ഇത് മനസ്സിലാകുന്നത്. ആത്മാവ് ശരീരത്തിൽ കയറി ആത്മാവിനെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് പൂജകളും അവർ പല രീതിയിലുള്ള ആഭിചാര ക്രിയകളും കർമ്മങ്ങളും ഒക്കെ നടത്തുന്ന കാഴ്ച കേരളത്തിൽ കണ്ട പലരും മരണപ്പെട്ടു. എലന്തൂർ മാത്രമല്ല, കട്ടപ്പന, എലന്തൂർ, തൊടുപുഴ പല സ്ഥലങ്ങളിലും ആൾക്കാർ കൊല്ലപ്പെട്ടു പൂജയുടെ പേരിൽ. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ശ്രമം വിജയിക്കട്ടെ. കാരണം അടിയന്തരമായിട്ട് തന്നെയാണ് 3 പേരുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചു കഴിഞ്ഞു. അവരെത്രയും പെട്ടെന്ന്, കാരണം ഡ്രാഫ്റ്റ് ബില്ലൊക്കെ ജസ്റ്റിസ് കെ ടി തോമസ് നേരത്തെ അത് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബില്ല് ഒരു 2-3 മാസത്തിനകം പ്രാവർത്തികമാകത്തക്ക രീതിയിൽ മുന്നോട്ട് പോകണം. കേരളത്തിൽ രഹസ്യമായിട്ട് പല സ്ഥലങ്ങളിലും ഈ ആഭിചാരക്രിയകൾ ഇന്നും നടക്കുന്നുള്ളതെന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ആ രഹസ്യത്തിനകത്ത് ഒരു പെൺകുട്ടി രഹസ്യമായി നടത്തിയ ആഭിചാരക്രിയയിൽ ഒരു പെൺകുട്ടി ബോധം കെട്ട് വീണപ്പം ആ കുട്ടിയെ ആശുപത്രിയിൽ പെട്ടെന്ന് ആക്കേണ്ടി വന്നു. ആ പെൺകുട്ടിയുടെ ഫാദർ തന്നെയാണ് ഇപ്പം പരാതി കൊടുത്തിരിക്കുന്നത്. പെൺകുട്ടിയെ കെട്ടിച്ചയച്ച വീട്ടിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരും അവരെ അമ്മയൊക്കെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും സർക്കാർ അടിയന്തരമായിട്ട് ഇങ്ങനെ ഒരു കമ്മിറ്റി, ഒരു 3 പേരുടെ കമ്മിറ്റി കൊണ്ടുവന്ന് നന്നായി. ബില്ലൊക്കെ ഓൾറെഡി അവിടെ ഡ്രാഫ്റ്റ് ആയിട്ടുണ്ട്. അത് ഹോം ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. അതുപോലെ തന്നെ പ്രസേനൻ MLA കൊടുത്ത അസംബ്ലിയിൽ സമർപ്പിച്ച ആ ഡീറ്റെയിൽസും ഉണ്ട്. അതുകൊണ്ട് ബില്ല് എത്രയും പെട്ടെന്ന് തയ്യാറാക്കിയാൽ അത് നിയമമാകണം എത്രയും പെട്ടെന്ന് കേരളത്തിൽ. അത് പല സംസ്ഥാനങ്ങളിലും ഇതുപോലെയുള്ള നിയമങ്ങളുണ്ടെങ്കിലും അവിടെയൊക്കെ ഈ ആഭിചാരക്രിയ യഥേഷ്ടം നടന്നു പോകുന്നുണ്ട്. അതിശക്തമായ ശിക്ഷ ഇതിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നിൽക്കുകയുള്ളൂ. ഏതായാലും ഡ്രാഫ്റ്റിൽ മനസ്സിലാക്കിയിരിക്കുന്ന 7 വർഷത്തെ തടവാണ്. നല്ല കാര്യം. അതുകൊണ്ട്
പിഴയും അതിനോടൊപ്പം 7 വർഷം മിനിമമാണ്. ലൈഫ് ഇംപ്രിസ്മെൻറ്റോ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ലൈഫ് ഇംപ്രിസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടാവും ഇതുപോലുള്ള ക്രിയകൾക്ക് നടത്തുന്നതിൻ്റെ ഫലമായി ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ. എന്തായാലും സർക്കാരിൻ്റെ നീക്കം എത്രയും പെട്ടെന്ന് അത് പ്രവൃത്തി പദത്തിൽ വരട്ടെ. ബില്ല് എത്രയും പെട്ടെന്ന് 3 മാസത്തിനകം സർക്കാർ സമർപ്പിച്ചിട്ട് അസംബ്ലിയിൽ അത് പാസ്സാക്കിയെടുത്ത് അത് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് സംസ്ഥാനത്തെ അതൊരു മൈനർ ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന ഒരു ബില്ലായിട്ട് തന്നെ വരട്ടെ എന്ന് ആശംസിക്കുന്നു.